ഇപ്പോൾ ടീൻ ടൈറ്റൻസിലെയും ജസ്റ്റിസ് ലീഗിലെയും ആളുകളെയെല്ലാം സ്റ്റാർ ഫിഷുകൾ കൺട്രോളിലെടുത്തത് കണ്ടുകൊണ്ട് നിൽക്കുന്ന റോബിൻ സ്റ്റാർ ഫിഷുകളുടെ കയ്യിൽ ജോനതൻ അകപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും താല്പര്യമോ ഇഷ്ടമോ ഇല്ലാതെ ജോനതനെ സ്റ്റാർ ഫിഷുകളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ റോബിൻ തീരുമാനിക്കുന്നു. ഇതേ സമയം സ്കൂളിലെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റായ നമ്മുടെ ജോനതൻ മെൽവിനുമായി ആദ്യമായി വഴക്കുണ്ടാക്കാൻ പോയതറിഞ്ഞ പ്രിൻസിപ്പാൾ ജോനതനെ ഓഫീസിൽ വിളിച്ച് വഴക്ക് പറയുകയും ഉപദേശിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ പ്രിൻസിപ്പാളിൻ്റെ ഉപദേശമൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ജോനതൻ പെട്ടെന്ന് സ്കൂളിൻ്റെ പുറത്ത് ഒരു പ്ലെയിൻ ഓടിച്ചുകൊണ്ട് റോബിൻ വന്നിറങ്ങുന്നത് ഓഫീസിൻ്റെ ജനാലയിലൂടെ കണ്ടതും അപ്പോൾ തന്നെ ജോനതൻ താൻ ഇനി ഒരിക്കലും വഴക്കുണ്ടാക്കാൻ പോകില്ല എന്ന് പ്രിൻസിപ്പാളിന് വാക്ക് കൊടുത്തിട്ട് നേരെ റോബിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് റോബിനോട് കാര്യം അന്വേഷിച്ചതും റോബിൻ നടന്ന കാര്യങ്ങളെല്ലാം ജോനതനോട് പറഞ്ഞിട്ട് ഇനി നമ്മുടെ രണ്ടുപേരുടെ അച്ഛന്മാരെയും മറ്റുള്ളവരെയും രക്ഷിക്കുവാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നും പറഞ്ഞ് ജോനതനെയും കൂട്ടിക്കൊണ്ട് സ്കൂളിൽ നിന്ന് എങ്ങോട്ടോ പോകുവാൻ റോബിൻ തുടങ്ങിയതും അപ്പോൾ തന്നെ അവരുടെ അടുത്തേക്ക് ആ മെൽവിൻ എന്ന വഴക്കാളി ചെറുക്കൻ വരികയാണ്. ഇപ്പോൾ റോബിനെ ജോനതൻ്റെ കൂടെ കണ്ടതും ആളറിയാതെ റോബിനോട് മെൽവിൻ വഴക്കിടാൻ ചെല്ലുകയാണ്.